നിങ്ങൾക്ക് റുപ്പിമൻ ചാനലിലൂടെ വരുന്ന വീഡിയോകൾ താല്പര്യപ്പെടുന്നുണ്ട് എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം. നേരിട്ടുള്ള സംശയങ്ങൾ ആസ്ക് റുപ്പിമൻ സർവീസ് വഴി വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാം. കോമൺ ആയിട്ടുള്ള സംശയങ്ങൾ ചോദിക്കാനുള്ള പ്ലാറ്റ്ഫോമായിട്ട് നമ്മൾ ഈ അടുത്ത് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 13 ചോദ്യങ്ങൾ ഞാൻ തിരഞ്ഞെടുത്തിട്ട് ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അവതരിപ്പിക്കുകയാണ്. രാജേഷിന്റെ ചോദ്യമാണ്, XIRR ആണോ CAGR ആണോ എല്ലാ ഫണ്ടിന്റെയും റിട്ടേൺ കാണിക്കുന്ന ഇൻഡിക്കേറ്റർ? സാധാരണക്കാർക്ക് ഏതാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ള രീതിയിലാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. ഈ XIRR എന്നും CAGR എന്നും പറയുന്ന കാര്യം ഒരേ കാര്യത്തിനെ സൂചിപ്പിക്കുന്നതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇത് രണ്ടും ആനുവലൈസ്ഡ് ആയിട്ടുള്ള റിട്ടേൺ, അല്ലെങ്കിൽ നമ്മൾ പല വർഷമായിട്ട് നിക്ഷേപിച്ചിട്ടുള്ള അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് ആയിട്ട് നിക്ഷേപിച്ചിട്ടുള്ള ഫണ്ടുകൾക്ക് ആവറേജ് എത്ര നേട്ടം ആനുവലി കിട്ടി അല്ലെങ്കിൽ വാർഷികമായിട്ട് എത്ര ലാഭം കിട്ടി എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ്. ഇതിൽ CAGR എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 6 വർഷത്തിന് മുൻപ് ലംസമായിട്ട് നമ്മൾ ഒരു 1 ലക്ഷം രൂപ നിക്ഷേപിച്ചു എന്ന് കരുതുക. 6 വർഷത്തിന് ശേഷം ഇന്ന് ഞാനത് ചെന്ന് നോക്കുമ്പോൾ 2 ലക്ഷമായിട്ട് വർദ്ധിച്ചു എന്ന് കരുതുക. അതായത് 6 വർഷം കൊണ്ട് ഒരു തുക ഇരട്ടിയായി എന്ന് കരുതുക. അപ്പോൾ നമുക്ക് 6 വർഷം കൊണ്ട് ഡബിളായി എന്ന് മനസ്സിലാവുമെങ്കിലും അതിന് എത്ര പെർസെൻറ്റേജ് ആനുവലി റിട്ടേൺ കിട്ടിയിട്ടെന്ന് കാണിക്കുന്ന ഇൻഡിക്കേറ്ററാണ് ഈ CAGR, ഒറ്റത്തവണ നിക്ഷേപത്തിൻ്റെ. അപ്പോൾ സാധാരണഗതിയിൽ ഇതിൻ്റെ CAGR എന്നുള്ള രീതിയിൽ അവിടെ കാണിക്കുക 12 ആണ്. 12% ആനുവലി ഗ്രോ ചെയ്യുമ്പോഴാണ് 6 വർഷം കൊണ്ട് ഒരു തുക ഡബിൾ ആവുന്നത്. അതാണ് CAGR. ഒറ്റത്തവണ നിക്ഷേപങ്ങൾക്കാണ് CAGR അപ്ലിക്കബിൾ ആവുക. അതേസമയം നമ്മൾ SIP പോലെ നിക്ഷേപിക്കുക അല്ലെങ്കിൽ മൾട്ടിപ്പിൾ തവണകളായിട്ട് ഒരു നിക്ഷേപം നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭം കണ്ടുപിടിക്കുന്നതിനുള്ള രീതിയാണ് XIRR. ഇവിടെ നമ്മൾ ഓരോ തുകയും ഓരോ സമയവും നമ്മൾ ട്രാക്ക് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുമെങ്കിൽ ജനുവരി 1-ാം തീയതി 1000 രൂപ ഇട്ടു, ഫെബ്രുവരി 1-ാം തീയതി 1000 രൂപ ഇട്ടു, മാർച്ച് 1-ാം തീയതി 2000 ആണ് ഇട്ടത്, ഏപ്രിൽ 1-ാം തീയതി 3000 രൂപ ഇട്ടു, മെയ് 1-ാം തീയതി വീണ്ടും 1000 രൂപ ഇട്ടു, ജൂണിലും ജൂലൈയിലും 1-ാം തീയതി 2000 രൂപ ഇട്ടു, ഓഗസ്റ്റിൽ 1-ാം തീയതി 3000 രൂപ ഇട്ടു. അപ്പോൾ നമ്മൾ കുറേ തുകകൾ ഓരോ മാസമായിട്ട് നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഓവറോൾ ആയിട്ടുള്ള ഗ്രോത്ത് കണ്ടുപിടിക്കുന്നതിന് എന്താ ചെയ്യേണ്ടത്? ഇത് എന്ന് മുതൽ നിക്ഷേപിച്ചു, എത്ര രൂപ നിക്ഷേപിച്ചു എന്നുള്ളത് ഓരോന്നിനും കണ്ടുപിടിക്കണം. അതിൻ്റെ ടോട്ടൽ തുക എന്തുമാത്രമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ നിക്ഷേപിച്ചിട്ടുള്ള തുക ഇത്ര സമയം കൊണ്ട് ഇത്രയായിട്ട് മാറിയിട്ടുണ്ട് എന്ന് നോക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ XIRR ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് CAGR ഒറ്റത്തവണ ഒരു തവണയുടെ ലാഭം കണ്ടുപിടിക്കുന്നതിനും XIRR പല തവണകളായിട്ട് നിക്ഷേപിച്ചതിൻ്റെ ലാഭം കണ്ടുപിടിക്കുന്നതിനുമാണ് ഉപയോഗിക്കുക. ഇത് രണ്ടും ഒരേ കാര്യത്തിനാണ് എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു. രാജേഷിൻ്റെ ചോദ്യമാണ്, നമുക്ക് മ്യൂച്വൽ ഫണ്ട് ടാക്സ് എങ്ങനെ സിസ്റ്റമാറ്റിക്കലി ലാഭിക്കാം? ടാക്സ് ലാഭിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ടാക്സ് ലാഭിക്കുന്നതിനേക്കാൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ലോങ് ടേം ആയിട്ടുള്ള ഒരു വെൽത്ത് മ്യൂച്വൽ ഫണ്ടുകൾ വഴി ബിൽഡ് ചെയ്യാനുള്ള തരത്തിലുള്ള പോർട്ട്ഫോളിയോ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ടാക്സിനെ പറ്റി ചോദിച്ചുകൊണ്ട് ടാക്സ് ലാഭിക്കുന്നതിനായിട്ട് ഞാൻ സാധാരണ ഫോളോ ചെയ്യുന്ന 3 മെത്തേഡുകളാണ് ഉള്ളത്. ഒന്ന്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഒരു വർഷം ഒരു പാൻ കാർഡിന് 1.25 ലക്ഷം രൂപ സേവ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അതായത് ഒരു വർഷത്തിൽ കൂടുതലായിട്ടുള്ള നിക്ഷേപങ്ങൾ, അതിൽ നിന്നുള്ള ലാഭം നമുക്ക് ഒരു വർഷം 1.25 ലക്ഷം രൂപ വരെ നമുക്ക് ടാക്സ് ഇല്ലാതെ പിൻവലിക്കാം. ആ ഒരു കാര്യം നമ്മൾ നോക്കാറുണ്ട്. രണ്ടാമത്തേത്, ഒരു ഫാമിലി പോർട്ട്ഫോളിയോ എന്നുള്ള രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലിയിലുള്ള മേജർ ആയിട്ടുള്ള ആളുകൾക്ക് ഇൻഡിവിജ്വലായിട്ട് ഒരു ഏർണിംഗ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പൈസ വരുമാനമുള്ള ആളുകൾ ആയാലും ചെറിയ രീതിയിലാണ് മറ്റുള്ളവർ ആണെന്നുണ്ടെങ്കിലും നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാവരുടെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 12.5% ടാക്സ് വരുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 1,25,000 രൂപ നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 4 പേരുള്ള ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ 1.25 ലക്ഷം രൂപ 4 പേർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ നമുക്ക് ടാക്സ് ഇല്ലാതെ തന്നെ പിൻവലിക്കാനായിട്ട് സാധിക്കും. പിന്നെ ടാക്സ് ഹാർവസ്റ്റിങ്ങിൻ്റെ ചില പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്യാറുണ്ട്. അതായത് പ്രോഫിറ്റ് ഹാർവസ്റ്റിംഗ് അല്ലെങ്കിൽ ലോസ് ഹാർവസ്റ്റിംഗ് പോലുള്ള ടെക്നിക്കുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിനെപ്പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് അവസാനം കൊടുക്കുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങളുടേതായിട്ട് തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക. അതിലെന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 വീഡിയോകളാണ് ഇവിടെ കാണുന്നത്. അത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം.